ഹലോ ഗൈസ്, അനുവൻ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വാഗബോണ്ടിന്റെ ചാപ്റ്റേഴ്സ് 35 36 എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക്, കമന്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് നല്ലൊരു സപ്പോർട്ട് തരിക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെച്ചേക്കണേ. സോ ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നേരെ നമുക്ക് നമ്മുടെ ചാപ്റ്റേഴ്സിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ലാസ്റ്റ് നമ്മൾ കണ്ടത് മുസാഷിക്ക് ഒരു കമ്പെടുത്ത് എറിഞ്ഞു കൊടുത്തിട്ട് നമുക്ക് തമ്മിൽ ഒരു ഫൈറ്റ് ആയാലോ എന്ന് ടക്വാൻ ചോദിക്കുന്നതാണല്ലോ. മുസാഷി ഇപ്പൊ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്നെ തോപ്പിക്കാൻ പറ്റുമെന്നാണോ നിങ്ങളുടെ വിചാരം? എനിക്കിപ്പോ വയസ്സ് 17 ഞാനിപ്പോ വിചാരിച്ച ഈ കമ്പ് വെച്ച് എനിക്ക് നിങ്ങളെ കൊല്ലാൻ പറ്റും, അറിയാവോ? ടക്വാൻ ഇപ്പോൾ പെട്ടെന്ന് പറയുന്നുണ്ട്, അത് പറഞ്ഞപ്പോഴാ നമ്മുടെ ഒത്സുവിന്റെ ഒരു കാര്യം. ഇപ്പൊ ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് മുസാഷി ഒന്ന് ഡിസ്ട്രാക്ട് ആവുന്നുണ്ട്. അടുത്ത നിമിഷം ടക്വാൻ അങ്ങേരുടെ കയ്യിരിക്കുന്ന കമ്പെടുത്ത് മുസാഷിയുടെ തലയ്ക്ക് ഒരു അടി വെച്ച് കൊടുക്കുന്നു. ഇപ്പൊ ഇങ്ങനെ അടി കൊണ്ട് നിൽക്കുന്ന മുസാഷിയെ നോക്കി ചിരിച്ചുകൊണ്ട് ടക്വാൻ പറയുന്നുണ്ട്, ഇത് ശരിക്കുള്ള ഒരു മാച്ചായിരുന്നെങ്കിൽ നീ ഇപ്പൊ ചത്തേനെ. ഇപ്പൊ ഈ കാണിച്ചത് കള്ളക്കളിയാണെന്ന് മുസാഷി ഒന്ന് പറയാൻ തുടങ്ങുകയും അവൻ രണ്ടാമതൊന്ന് ചിന്തിക്കുന്നുണ്ട്, അല്ല ഇത് കറക്റ്റ് ആയിട്ടുള്ള മൂവ് തന്നെ ആയിരുന്നു. ജയിക്കാനും സർവൈവ് ചെയ്യാനും എതിരാളികൾക്ക് ഇങ്ങനെ പല തന്ത്രങ്ങളും പ്രയോഗിക്കാം. ഞാൻ ആ ട്രാപ്പിൽ വീണുപോയി, ഞാനൊരു ദുർബലനാണ്. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആകെ ദേഷ്യത്തിൽ മുസാഷി ആ കൈ ഇരിക്കുന്ന കമ്പ് താഴെ ഇടുന്നുണ്ട്. ടക്വാൻ ഇപ്പോൾ പറയുന്നുണ്ട്, ഇവിടെ നിന്റെ ശത്രു ഞാനായിരുന്നു, എന്റെ കൈ ഇരുന്നതാണെങ്കിൽ ഒരു ഉണങ്ങിയ കമ്പും, അത് നിനക്ക് നന്നായി. മുസാഷി ഇപ്പോൾ അവിടുന്ന് ഇങ്ങനെ ധൃതിയിൽ നടന്നു നീങ്ങുകയാണ്. ഇപ്പൊ ടക്വാൻ വിളിക്കുന്നുണ്ട്, ഹേ മുസാഷി നിക്ക്. ഈ നടന്നുകൊണ്ടിരിക്കുന്ന മുസാഷി ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് എന്താ പറ്റിയേ? വെറും 4 വർഷത്തെ ട്രെയിനിങ്ങേ ഞാൻ എടുത്തിട്ടുള്ളൂ. യോഷിയോക്ക സ്കൂളിലെ കുറച്ച് ശിഷ്യന്മാരെ ഞാൻ കൊന്നു. അതേപോലെ ഡെൻഷിച്ചിറോയുമായിട്ടുള്ള ഫൈറ്റിൽ ഞാൻ സർവൈവും ചെയ്തു. ഇത്രയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് അഹങ്കാരം വെച്ചോ? ഞാനൊരു വിഡ്ഢി തന്നെ. എന്റെ മനസ്സിൽ മുഴുവൻ ഒത്സുവിനെ പറ്റിയുള്ള ചിന്തകളാണ്. എന്താ ഞാൻ ഈ ചെയ്തു കൂട്ടുന്നത്? നട്ടല്ലില്ലാത്തൊരു നാറിയാണ് ഞാനെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ഒരു തടാകത്തിലേക്ക് എടുത്തങ്ങ് ചാടുന്നുണ്ട്. ടക്വാൻ ഇപ്പൊ വിളിച്ചു പറയുന്നുണ്ട്, എടാ പൊട്ടാ, നല്ല തണുത്തുറഞ്ഞിരിക്കുന്ന വെള്ളമാ അത്. ഇപ്പോ എടാ നട്ടല്ലില്ലാത്ത നാറി, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് ഒക്കോ മത്തഹാജിയെ ചവിട്ടി പുറത്താക്കുന്നുണ്ട്. നിന്നെ ഇവിടെ നിർത്തിയ യോഷിയോക്ക സ്കൂളിന് ഞാനും ശത്രുവാകും, അതുകൊണ്ട് മേലെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നേക്കരുതെന്നൊക്കെ അവള് മത്തഹാജിയോട് പറയുന്നു. അതേപോലെ ടക്കേസോ ജീവിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കേട്ടിട്ട് ഇപ്പൊ അക്കേമി അവനെ ചിന്തിച്ചിരിക്കുകയാണ്. അക്കേമി, നീ ഇപ്പോഴും അവന് വേണ്ടി കാത്തിരിക്കുകയാണോ എന്ന് ഒക്കോ അവളോട് ചോദിക്കുന്നു. ഒക്കോ ഇപ്പൊ പറയുന്നുണ്ട്, ആ സെക്കുഗഹാര യുദ്ധം കഴിഞ്ഞിട്ട് ഇവന്മാർ രണ്ടും എപ്പോ നമ്മുടെ വീട്ടിലേക്ക് കാലെടുത്തു വെച്ചോ നമുക്ക് കഷ്ടകാലമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴും ദേ കണ്ടില്ലേ, നമുക്ക് ഈ ക്യോട്ടോ വിട്ടു പോകാൻ സമയമായി. ഇപ്പൊ അവള് പുറത്താക്കിയ മത്തഹാച്ചി ഇങ്ങനെ നടന്നുകൊണ്ട് പറയുന്നുണ്ട്, എന്നെ ഒരു തെരുവ് പട്ടിയെ ആട്ടിപ്പായിക്കുന്ന പോലെ അവള് പുറത്താക്കി. ഞാൻ എന്തിനാ എന്റെ ഒത്സുവിനെ വിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്? അന്നേ അവളുടെ അടുത്തേക്ക് തിരിച്ചു പോയാൽ മതിയായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ ടക്കേസോയെ ഫേസ് ചെയ്യാനുള്ള ധൈര്യവും എനിക്കില്ല. ഒത്സുവിനെ പറ്റിയും അവന്റെ അമ്മ ഒസുഗിയെ പറ്റിയും അവന്റെ അമ്മാവനായിട്ടുള്ള ഗോണിനെ പറ്റിയും ഒക്കെ മത്തഹാച്ചി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അവന്റെ ആ വാണ്ടഡ് പോസ്റ്റർ ഒട്ടിച്ചു വെച്ചിരിക്കുന്നിടത്തൂടെ ഇങ്ങനെ മുഖമൊക്കെ മറച്ചുകൊണ്ട് അവനിങ്ങനെ നടന്നു പോവാണ്. അവനിപ്പോൾ മനസ്സിൽ പറയുന്നുണ്ട്, എനിക്ക് മിയാമോട്ടോ വില്ലേജിലേക്ക് തിരിച്ചു പോകണമെന്ന്. ഇപ്പോൾ ഒസുഗി ഈ സ്പോട്ടിൽ നിൽക്കുന്നുണ്ടല്ലോ, അവരിപ്പോൾ ഈ മത്തഹാച്ചിയുടെ വാണ്ടഡ് പോസ്റ്റർ എല്ലാം കണ്ടിട്ട് പറയുന്നുണ്ട്, ഹോണിതൻ കുടുംബത്തിൽ നിന്ന് ഇതുവരെ ഒരു ക്രിമിനലും ഉണ്ടായിട്ടില്ല, ഒടുവിൽ അത് സംഭവിച്ചു എന്ന് പറഞ്ഞ് അവരിപ്പോൾ ഒരു കത്തി എടുത്ത് സ്വയം കുത്തി സെപ്പുക്കു ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ മത്തഹാച്ചിയുടെ അങ്കിളായിട്ടുള്ള ഗോണും ഇവരുടെ കൂടെ ഉണ്ട്. അയാളിപ്പോൾ ഒസുഗിയെ തടയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ചിലപ്പോൾ അവർക്ക് മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും, നമ്മുടെ മത്തഹാച്ചി ക്രിമിനൽ ഒന്നും ആയിരിക്കില്ല. ഒസുഗി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തായി പറയുന്നത് ഗോൺ, മിസ്റ്റേക്ക് പറ്റിയെന്നോ? ഗോൺ ഇപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, എന്നാലും എനിക്ക് തോന്നുന്നൊരു കാര്യം പറയാം. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള യോഷിയോക്ക സ്കൂൾ കത്തിക്കാനുള്ള തൻ്റെ ഇടമൊക്കെ നമ്മുടെ മത്തഹാച്ചിക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? തെറ്റായ രീതിയിലൊന്നും എടുക്കല്ലേ. അല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഗോൺ, അവനത് ചെയ്യില്ല. അവൻ്റെ അമ്മയാ ഞാൻ, എനിക്ക് അവനെ നന്നായിട്ട് അറിയാം. അതേപോലെ മത്തഹാച്ചിയെ മാത്രമാണ് ഇവിടെ പ്രതിയാക്കിയിരിക്കുന്നത്. ആ യോഷിയോക്ക സ്കൂളിനെ വെല്ലുവിളിച്ച ആ സാമുറായിയെ പ്രതി ചേർത്തിട്ടില്ല എന്നും ഗോൺ പറയുന്നു. ആ സാമുറായുടെ പേര് മിയാമോട്ടോ മുസാഷി എന്നാ പറഞ്ഞത്. മിയാമോട്ടോ വില്ലേജ് എന്ന് ഇവർ രണ്ടുപേരും ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്. സോ അത് ചിലപ്പോ ടക്കേസോ ആയിക്കൂടെ എന്നിവർ രണ്ടുപേരും ഒരേ സമയം ഇപ്പൊ പറയുന്നുണ്ട്. ഇപ്പൊ ആ തടാകത്തിൽ നിന്ന് പുറത്തിറങ്ങി തണുത്തുറഞ്ഞിരിക്കുന്ന മുസാഷി അവിടെ നിന്ന് ചൂട് കായുകയാണ്. അവന്റെ അടുത്തിരിക്കുന്ന ടക്വാൻ ഇപ്പൊ പറയുന്നുണ്ട്, ഇപ്പൊ ഒത്സു നിന്റെ കൂടെ ഇല്ല, എന്നിട്ട് പോലും നിന്നെ അവള് ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ അവള് നിന്റെ കൂടെ വന്നിരുന്നെങ്കിലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. നീ അവളെ പ്രണയിക്കുന്നുണ്ടോ മുസാഷി? ഇപ്പൊ അവിടെ ഉണങ്ങാനിട്ടിരുന്ന തുണിയൊക്കെ എടുത്തിട്ടിട്ട് മുസാഷി പറയുന്നുണ്ട്, ഞാൻ വാൾപ്പയറ്റിന്റെ വഴി തിരഞ്ഞെടുത്തവനാണ്, സോ എനിക്ക് പ്രണയം അതിനോടെ ഉള്ളൂ എന്ന്. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്ന മുസാഷിയെ എടുത്തിട്ട് അക്വാൻ പറയുന്നുണ്ട്, മനസ്സിലുള്ള ചിന്തകളിൽ നിന്ന് ഒരുവൻ എത്രത്തോളം ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നോ അവന്റെ ഉള്ളിലെ ആ ചിന്തകൾ പെരുകുകയേ ഉള്ളൂ. അങ്ങനെയായാൽ നിന്റെ കയ്യിലിരിക്കുന്ന വാള് നീ ഉദ്ദേശിക്കുന്ന ദിശയിലേക്ക് നിനക്ക് ചലിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. അത് സംഭവിച്ചാൽ നീ മരിക്കും. ഇപ്പൊ നടന്നതും അതിനൊരു ഉദാഹരണമല്ലേ. ഞാൻ ഒത്സുവിന്റെ പേര് പറഞ്ഞപ്പോഴേക്കും നീ പാറ പോലെ അങ്ങ് നിന്നു. ഇപ്പൊ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നടക്കുന്ന മുസാഷിയുടെ നേരെ ടക്വാൻ കുറച്ച് കല്ല് പറക്കി എറിയുന്നുണ്ട്. അയാളിപ്പോൾ മുസാഷിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നീ എല്ലാം ദാ ഇവിടെ കൊണ്ട് നടക്കുക, അറിയുമോ നിനക്ക്?
ഒരൊറ്റ ഇലയിൽ നീ നിന്റെ മുഴുവൻ ശ്രദ്ധയും ചെലുത്തിയാൽ മുന്നിലുള്ള വലിയ മരം നിന്റെ കണ്ണിൽ കാണാതെ പോകും. ഒരു വലിയ മരത്തിൽ നിന്റെ മുഴുവൻ ശ്രദ്ധയും ചെലുത്തിയാലോ ചുറ്റുമുള്ള ഒരു വനം തന്നെ നിന്റെ കണ്ണിൽ പെടാതെ പോകും. ഇതിൽ നിന്ന് നിനക്ക് എന്തു മനസ്സിലായി? എപ്പോഴും ഒരൊറ്റ കാര്യത്തിൽ മാത്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഇരിക്കുക. ചുറ്റുമുള്ള എല്ലാത്തിനെയും പൂർണ്ണമായും ശ്രദ്ധിക്കാൻ പഠിക്കുക. അപ്പോൾ മാത്രമേ നിനക്കെല്ലാം ശരിക്ക് കാണാൻ കഴിയൂ. അനായാസമായി ചുറ്റുമുള്ളതെല്ലാം ശ്രദ്ധിക്കാൻ പഠിക്കുക എന്ന് മുസാഷി അടുത്ത് ടക്വാൻ പറയുന്നു. മുസാഷി ഇപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഒറ്റ്സുവിനെ പറ്റി എന്നോട് ഓരോ സംസാരിക്കുന്നതാണ് കുഴപ്പം. എനിക്ക് അവളോട് അങ്ങനൊന്നുമില്ല. മാത്രമല്ല അവള് മതഹാച്ചിയുടെ പെണ്ണാണ്. ടക്വാൻ ഇപ്പോൾ പറയുന്നുണ്ട്, അത് പഴയ കഥ. മതഹാച്ചി അവളെ ഉപേക്ഷിച്ചു. അവർ തമ്മിലുള്ള ബന്ധം അവസാനിച്ചു. ഒറ്റ്സു ഇപ്പോൾ ആരുടെ കൂടെയാണെന്നറിയോ? അവള് യാഗ്യു ക്ലാനിനൊപ്പമാണ് എന്ന് ടക്വാൻ പറയുന്നു. യാഗ്യു ക്ലാനിലോ എന്നിപ്പോൾ മുസാഷി ചോദിക്കുന്നുണ്ട്. സോ ഇപ്പോൾ വീണ്ടും ഒറ്റ്സുവിന്റെ പേര് പറഞ്ഞപ്പോൾ മുസാഷി ഇങ്ങനെ വീണത് കണ്ടിട്ട് ടക്വാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കണ്ടോ നിന്റെ ഫീലിങ്സ് എപ്പോഴും നിനക്കിങ്ങനെ മറച്ചു വെക്കാൻ പറ്റില്ല. ഓ, നിങ്ങളൊക്കെ ഒരു സന്യാസിയാണോ എന്നിപ്പോൾ മുസാഷി ചോദിക്കുന്നു. ടക്വാൻ ഇപ്പോൾ പറയുന്നുണ്ട്, എടാ ഇതൊരു പ്രപഞ്ച സത്യമാണ്. നീ എത്രത്തോളം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നോ അത് നിന്നെ വലിച്ചടുപ്പിച്ചുകൊണ്ടേയിരിക്കും. സോ ഇപ്പോൾ ടക്വാൻ പറയുന്നുണ്ട്, അപ്പം മുസാഷി നമ്മൾ ഇവിടുന്ന് 2 വഴിക്ക് പിരിയാൻ പോവാണ്. ഞാൻ യാഗ്യുവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. നീയും വരുന്നോ? അതോ നീ നിന്റെ വഴിയെ പോവാണോ? ഇപ്പോൾ യാഗ്യു എന്ന് കേട്ടപ്പോൾ മുസാഷി പിന്നെ ഇങ്ങനെ ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഉത്സവോടാണല്ലോ. ഇപ്പോൾ സമയം രാത്രി. നമ്മളെ ഹൊസോയിൻ ടെമ്പിൾ കാണിക്കുന്നുണ്ട്. നരയിലുള്ള കോഫുകുജി ടെമ്പിളിന്റെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സബ് ടെമ്പിളാണ് ഈ ഹൊസോയിൻ ടെമ്പിൾ. ഇവിടുത്തെ സന്യാസിമാര് പ്രാക്ടീസ് ചെയ്തു പോകുന്ന സ്പിയർ ടെക്നിക്ക്, കുന്തം കൊണ്ടുള്ള ഒരു ആയോധന കല വളരെ പ്രശസ്തമാണ്. മുസാഷി ഇപ്പോൾ രാത്രി ഒരു കുടിലിന് മുന്നിലായിട്ടിരുന്നിട്ട് ഒരു കമ്പ് ഇങ്ങനെ ചെത്തി മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സോഡ് പോലെ. 17 വയസ്സുള്ളപ്പോൾ എല്ലാവരും എന്നെ ഡീമൻ എന്ന് വിളിച്ച് ആട്ടിപ്പായിക്കുമായിരുന്നു. പക്ഷെ ഒരു സ്പോർട്സ്മാൻ എന്ന നിലയിൽ പൂർണ്ണമായിട്ടുള്ള അർപ്പണബോധത്തോടു കൂടിയായിരുന്നു ഞാൻ ആ സമയത്ത് ജീവിച്ചിരുന്നത്. ആ സമയത്ത് ഞാൻ നല്ല സ്ട്രോങ്ങറും ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ ഒറ്റ്സുവിനെ പറ്റിയുള്ള ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സോ ഇപ്പോൾ ആ 2 വഴിയിലേക്ക് പിരിയുന്നതിന് മുമ്പ് ടക്വാനോട് സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ മുസാഷി ഓർക്കുന്നുണ്ട്. അതായത് മുസാഷി പറയുകയാണ്, ഈ ദുഷിച്ച ചിന്തകൾ എന്നെ സോഡിന്റെ വഴിയിൽ നിന്ന് അകറ്റുകയാണ്. ടക്വാൻ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ദുഷിച്ച ചിന്തകളോ? അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഒറ്റ്സു ഒരു ദുഷിച്ചവളാണെന്നാണോ? അല്ല, ഞാൻ അങ്ങനല്ല പറഞ്ഞത്. അവളെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകളാണ് ദുഷിച്ചത്. നിന്റെ ചിന്തകൾ ദുഷിച്ചതൊന്നും അല്ല മുസാഷി, അത് നാച്ചുറലായിട്ടുള്ള വികാരമാടാ. പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഒരു യോദ്ധാവിന്റെ വഴിയിൽ ഈ വികാരങ്ങൾ തടസ്സമാണെന്ന് നീ ചിന്തിക്കുന്നു. അങ്ങനെ ആ വികാരങ്ങളെ നീ നിന്റെ ഉള്ളിൽ തന്നെ അടക്കി വെക്കാൻ ശ്രമിക്കും തോറും അത് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. മുസാഷി, ഒരു സ്പോർട്സ്മാൻ ആവാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാകുന്ന ആ മനുഷ്യനും നീ തന്നെയാണ്. ഒറ്റ്സുവിനെ സ്വപ്നം കണ്ട് അവൾ കൂടെ ഇല്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്ന ആ മനുഷ്യനും നീ തന്നെയാണ്. എൻ്റെ അടുത്ത് ഇടയ്ക്ക് ഓരോ പ്രാങ്കുകൾ കാണിക്കുന്ന ആ മനുഷ്യനും നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. സോ ഇതെല്ലാം നിന്റെ തന്നെ ഓരോ വകഭേദങ്ങളാണ്. ഈ എല്ലാ ക്യാരക്ടേഴ്സും നിന്റെ ഭാഗമാണ്. സോ നീ ആദ്യം സ്വയം മനസ്സിലാക്ക്. നീ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്ക്. ആ ഒരു പോയിന്റിൽ നിന്നാണ് മുസാഷി നിന്റെ യഥാർത്ഥ ട്രെയിനിങ് ആരംഭിക്കുന്നത്. സോ ഇപ്പോൾ അതും പറഞ്ഞ് ടക്വാൻ നടന്നകന്നത് മുസാഷി ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് അവനിപ്പോൾ പറയുന്നുണ്ട്, ഒറ്റ്സു, ഞാനിപ്പോൾ നിന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. നിന്നെ എൻ്റെ ഈ കൈകളിൽ ചേർത്ത് പിടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനാകെ ഒറ്റപ്പെട്ടു പോയ പോലെ തോന്നുക ഒറ്റ്സു. സോ ഇപ്പോൾ നേരം വെളുത്തു. ദേഹത്തെ ആ ബാൻഡേഡൊക്കെ അഴിച്ചു കളഞ്ഞിട്ട് മുറിവുകളിലൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട് മുസാഷി. അരുവിയിൽ നിന്ന് വെള്ളം എടുത്ത് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് അവനിപ്പോൾ കയ്യിൽ ആ തടിവാൾ ഇങ്ങനെ വെച്ചിട്ട് ഡെൻഷിച്ചിറോയും സെയ്ജിറോയും ഇങ്ങനെ മനസ്സിൽ കണ്ടിട്ട് ആ വാൾ ഇങ്ങനെ വീശുന്നു. അവനിപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ 2 പേരെയും ഉറപ്പായിട്ടും ഞാൻ തോൽപ്പിച്ചിരിക്കും. സോ ഇപ്പോൾ ഇങ്ങനെ വാളൊക്കെ വീശിക്കൊണ്ട് എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള എതിരാളികളെ കിട്ടണം, എന്നാലേ കാര്യമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുസാഷി ഇങ്ങനെ നടക്കുകയാണ്. വഴിയെ കൂടെ പോകുന്നൊരു പുള്ളിയൊക്കെ ഇപ്പോൾ ഇവനെന്താ വയ്യേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. മുസാഷി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, എന്തൊക്കെ വന്നാലും ഞാൻ ഇനി എല്ലായിടത്തും ജയിച്ചിരിക്കും. ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരുത്തനായിട്ട് ഞാൻ മാറും. ഇവ ഈ മുസാഷി നടക്കുന്ന വഴിയിൽ മുന്നിലായിട്ട് ജോട്ടാരോ ഇരിപ്പുണ്ട്. അവൻ പറയുന്നുണ്ട്, ഇത് ശരിയല്ല. നിങ്ങളെപ്പോലെ മുതിർന്നവർ എന്നെ പോലെ ഒരു കൊച്ചുകുട്ടിയെ എടുത്ത് നോടി ഒളിക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവനിപ്പോൾ മുസാഷിയുടെ അടുത്തേക്ക് ചാടി ചെല്ലുന്നുണ്ട്. മുസാഷി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്നെ ഫോളോ ചെയ്തു വന്നല്ലേ? നിനക്ക് തിരിച്ച് നിന്റെ പേരൻസിൻ്റെ അടുത്തേക്ക് പോകാനുള്ള വഴി അറിയോ? ഇപ്പോൾ എനിക്ക് അച്ഛനും അമ്മയും ഒന്നും ഇല്ല എന്ന് ജോട്ടാരോ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ നിന്നിരുന്ന ആ സത്രത്തിൻ്റെ ഓണർ, അയാൾ നിന്നെ ഓർത്തിപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കും. അങ്ങേ ഒരു നല്ല മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നിയത് എന്നൊക്കെ മുസാഷി പറയുന്നു. ഇപ്പം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ജോട്ടാരോ പറയുന്നുണ്ട്, അങ്ങേരാ എന്നോട് പറഞ്ഞത് ഇനി നിങ്ങളുടെ കൂടെ ശിഷ്യനായിട്ട് കൂടിക്കോളാൻ. അതും പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടതാ. ഞാൻ ഇത്രയും നാളും അയാൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്താ. പക്ഷേ ഞാൻ അയാൾക്ക് വെറും ഒരു ശല്യമായിരുന്നു. ഇനി എനിക്ക് പോകാൻ ഒരു സ്ഥലവും ഇല്ല. അതുകൊണ്ട് എനിക്ക് സ്ട്രോങ് ആയേ പറ്റൂ. നാളെ ആരുടെ സഹായം ഇല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ കഴിയണം. അതിന് ഞാൻ സ്ട്രോങ് ആയേ തീരൂ. അതിനാ എനിക്ക് നിങ്ങളുടെ ശിഷ്യനാവണമെന്ന് പറഞ്ഞ് എനിക്കൊരു യഥാർത്ഥ സാമുറായി ആയി മാറണം. അതൊരു തെറ്റാണോ മാസ്റ്റർ മിയാമോട്ടോ? നിങ്ങൾ പറ. മുസാഷി ഇപ്പോൾ പറയുന്നുണ്ട്,
എടാ ജോട്ടാരോ, നിനക്കറിയോ, എനിക്കൊരു പെണ്ണിനോട് നല്ല അസ്ഥിക്ക് പിടിച്ച പ്രണയമാണ്. എനിക്കോ അവക്കോ ചെന്ന് കയറാനായിട്ട് ഒരു കൂടോ കൂരയോ ഒന്നുമില്ല. പക്ഷെ എന്നിട്ടും എന്നെ ഇപ്പോഴും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അവളാ. അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. സോ ഇപ്പോൾ ജോറ്റാരോയുടെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് മുസാഷി പറയുന്നുണ്ട്, ജോറ്റാരോ, നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ശക്തരായിട്ട് മാറാവടാ. നമുക്ക് ഹൊസോയിൻ ടെമ്പിളിലേക്ക് പോകാം. അവരുടെ സ്പിയർ ടെക്നിക്ക് വളരെ പ്രശസ്തമാണ്. അവരെയാണ് ഞാൻ തോപ്പിക്കാനായിട്ട് പോകുന്നത്. സോ അപ്പോൾ ജോട്ടാരോയും ഹാപ്പി അവനെ ശിഷ്യനായിട്ട് നമ്മുടെ മുസാഷി കൂടെ കൂട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു പോയിന്റിൽ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് നല്ലൊരു സപ്പോർട്ട് തരിക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെച്ചേക്കണേ. സോ അപ്പോൾ അടുത്ത ചാപ്റ്റേഴ്സുമായിട്ട് അടുത്ത വീക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.